السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي جعل الذين من أهم المهمات في الأذكار والقربات، والصلاة والسلام على سيد السادات وعلى آله وصحبه وأزواجه وذرياته. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بيدي قلت هيلتي يدركني يا رسول الله. يا شيخ الثقلين يا قطب الرباني يا غوث الصمداني يا شيخ محي الدين أبا محمد عبد القادر الجيلاني، أغثنا أغثنا أغثنا. وفي خزانة أسرار روى سندا عن كل من وضعت في عنقه عددا، إلا أبا بكر منهم فتاب فدا، عزت المعالي جما محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. ഏറ്റവും ബഹുമാന ആദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ അവനിഷ്ടപ്പെട്ട സജ്ജനങ്ങളായ ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു അവന്റെ മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കളോടുകൂടെ നാളെ ജന്നാത്തുൻ നഈം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്കും നമ്മോട് ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഈ ആഴ്ചയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരുപാട് മഹത്തുക്കളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അവിടുത്തെ പൊരുത്തം ലഭിക്കാൻ, അവിടുത്തെ യഥാർത്ഥ മുരീദന്മാരെ കൂട്ടത്തിൽ നമ്മയും ചേർക്കാൻ, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവിടത്തെയും ശഫാഅത്തും അവിടത്തോടുള്ള ബന്ധവും നമുക്ക് നിലനിൽക്കാൻ അല്പം അവിടുത്തെ മദ്ഹ് നമുക്ക് പറയാം. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹുകളും അവിടുത്തെ മനാഖിബുകളുമൊക്കെ ഒരുപാട് അറിയുന്നവരാണ് നാമൊക്കെ. ഇനിയും നമുക്കറിയാത്ത കുറെ ഭാഗങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. കാരണം അവിടുത്തെ ദറജ എത്ര പറഞ്ഞാലും അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. സാധാരണക്കാരാകുന്ന നമ്മളൊക്കെ അത്തരത്തിലുള്ള വലിയ മഹാന്മാരെ എത്ര മദ്ഹ് ചെയ്താലും നമുക്കറിയുന്നതേ നമുക്ക് പറയാൻ കഴിയൂ. നമുക്കറിയാത്ത എത്രയോ ഭാഗങ്ങൾ അവർക്കുണ്ട് എന്ന് നമുക്കറിയും. അതുകൊണ്ട് അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഒരൽപ്പം നമ്മൾ സംസാരിക്കുന്നു. മഹാനാകുന്ന സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അല്ലാഹു രണ്ട് പവറും കൊടുത്ത ആളാണ്. ഒന്ന് അല്ലാഹു കൊടുത്ത വഹബിയായ പവർ, അല്ലാഹു ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. സയ്യിദായി ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
അത് അള്ളാഹു കനിഞ്ഞു തന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് ലഭിക്കൂ. ഇബാദത്ത് കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ പവറാണത്, സയ്യിദായി ജനിക്കാൻ കഴിയുക എന്നുള്ളത്. ആ കൂട്ടത്തിൽ അഹ്ലുബൈത്തിൽ നിന്ന് ഹസനിയും ഹുസൈനിയുമായ 2 പരമ്പരയും ഒരുമിച്ച് കൂട്ടിയ ആളാണ് മഹാനവറുകൾ. ഉമ്മയുടെ പരമ്പരയും ഉപ്പയുടെ പരമ്പരയും നാം പരിശോധിക്കുമ്പോൾ ഈ 2 പരമ്പരയിലേക്ക് എത്തിപ്പെടുന്നു. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഈ 2 പരമ്പരയിലൂടെ മഹാനവറുകൾ എത്തിപ്പെടുന്നു. ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ഇന്നത്തെ ഇറാനിൽ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജറ 471 18ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ഇറാഖില് ബഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണ്. 90 വയസ്സുകാലം ഈ ഭൗതിക ലോകത്ത് മഹാനവറുകൾ ജീവിക്കുകയും അതിനിടക്ക് എല്ലാ മേഖലകളും മഹാനവറുകൾ കവർ ചെയ്യുകയും ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പുരുഷായുസ് മുഴുവനും പൂർണ്ണമായും രാപ്പകൽ എന്ന് വ്യത്യാസമില്ലാതെ ഊണും ഉറക്കവും ഭക്ഷണവും ഒന്നുമില്ലാതെ തന്നെ നിർബന്ധിത ഘട്ടത്തിൽ കഴിക്കുന്ന ചെറിയ ഒരു ഭക്ഷണവും ബാക്കിയുള്ള ഫുൾ ടൈം മഹാനവറുകൾ ഇബാദത്തിന് വേണ്ടി ചെലവാക്കി വലിയ പവർ സ്ഥാനം അവിടെ നിന്ന് കൈവരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഏതെല്ലാം വിധത്തിൽ അല്ലാഹു തആലയിലേക്ക് അടുക്കുന്ന ഒരു മഹാനിക്ക് എന്തെല്ലാം പവറുകൾ നമുക്ക് പറയാനുണ്ടോ ആ പവറുകളിൽ നിന്നുള്ള അതിൻ്റെ ഒക്കെ ടോപ്പ് സ്ഥാനം മഹാനവറുകൾ കൈവരിച്ചിട്ടുണ്ട്. ഒന്ന്, തികച്ചും വലിയ പണ്ഡിതനാണ്. പണ്ഡിതൻ എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ട് എന്നതിന് പുറമെ നന്നായി പല ഗ്രന്ഥങ്ങളും ഈ ലോകത്ത് എഴുതി സമർത്ഥിച്ചിട്ടാണ് മഹാനവറുകൾ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉന്നത്തു ത്വാലിബീനും ഫുയൂലാത്തുർ റബ്ബാനി എന്ന് തുടങ്ങിയ പല കിതാബുകളിലും അത് രചിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് അവിടെ നിന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു മുസന്നിഫ്, ഒറിജിനൽ അഹ്ലുബൈത്ത്, നല്ലൊരു പണ്ഡിതൻ, നല്ല ഒരു രചിതാവ്, ഒരു മുസന്നിഫ്, നല്ലൊരു മുദരിസ്. മഹാനവറുകൾ തന്നെ പറഞ്ഞു, ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുത്ബാ. ഖുത്ബ് എന്ന സ്ഥാനം എനിക്ക് ലഭിക്കുന്നത് വരെ ഞാൻ ദർസ് നടത്തിയ നല്ലൊരു മുദരിസാണ്. ഇൽമ ദർസ് നടത്തി ഞാൻ. അതുപോലെ നല്ലൊരു വായിദ്, ഒരു പ്രബോധകൻ. ഖാദി മുഹമ്മദ് അവർകൾ മാലയിൽ പറഞ്ഞില്ലേ, 40 ഈറ്റാണ്ടോളം വഅ്ള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. 90 വർഷക്കാലം ഈ ഭൗതിക ലോകത്ത് ജീവിച്ചതിന് 40 വർഷവും മഹാനവറുകൾ വഅ്ളിന് വേണ്ടി ചെലവാക്കുകയാണ്. അതിലൊരുപാട് മഹാന്മാർക്ക് ആത്മീയതയും ഹിദായത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിശദമായി ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 40 വർഷക്കാലം എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ നടന്ന് വഅ്ള് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അതിലൊരുപാട് അമാനുഷികതകൾ, കറാമത്തുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മീയമായ കഴിവ് ഉപയോഗിച്ചിട്ടാണ് പൂർണ്ണമായും അവിടുത്തെ പ്രബോധനം നടക്കുന്നത്. അതോടൊപ്പം നിരവധി മഹാന്മാരാകുന്ന മശായിഖന്മാരിൽ നിന്നും ആത്മീയമായി വലിയ വലിയ പവറുകൾ അവിടുന്ന് നേടിയെടുത്തിട്ടുണ്ട്. അവസാനം സയ്യിദുൽ ഖൗമ് നബിയുല്ലാഹി ഖദർ അലൈഹിസ്സലാമിന്റെ നേരിട്ട് അവിടുത്തെ മുരീദാവുകയും അവിടുത്തെ ഇഷ്ടപ്പെട്ട ഏറ്റവും ബന്ധമുള്ള ഒരു ജീവിതം അവിടത്തോടുകൂടെ നയിക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയ സ്ഥാനം ലഭിച്ച ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എല്ലാ കുത്തുബുകളുടെയും കുത്തുബാണ്. അൽ കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം, ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം ഔലിയാവിനിക്കുള്ളതിൽ വലിയ സ്ഥാനം അൽ കുത്തുബ്, അൽ ഗൗസ് എന്നൊക്കെ പറയുന്ന സ്ഥാനമാണ്. അതിന്റെ താഴെ വേറെ പല സ്ഥാനങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു അൽ കുത്തുബുകളുടെ കുത്തുബാണ്. കേവലം കുത്തുബുകളുടെ കുത്തുബല്ല, അൽ കുത്തുബുകളുടെ കുത്തുബാണ്. അൽ കുത്തുബ് അൽ ഗൗസ് എന്ന് പറയുന്നത് ഒന്നേ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകൂ. മുത്തസരിഫീങ്ങളായ ഔലിയാക്കള്, ദീവാനിലുള്ള ഔലിയാക്കള് എന്നൊക്കെ പറയുന്ന ഭരണകർത്താക്കളായ 700-ൽ പരം വരുന്ന മഹാന്മാരാകുന്ന ഔലിയാക്കളിൽ ഏറ്റവും ടോപ്പ് സ്ഥാനത്തിലുള്ളവരാണ് അൽ കുത്തുബ് എന്ന് പറയുന്നത്. ആ കുത്തുബിന്റെ 4 മുരീദന്മാരാണ് ഉമദ് എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് അബ്ദാലുകളും നുജബാ, നുഖബാ, ഇങ്ങനെ തുടങ്ങിയിട്ട് അഫ്രാദ്, പല മഹാന്മാര് പല പേരിലും ടൈറ്റലിലും അറിയപ്പെടുന്ന മഹാന്മാർ. ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് അൽ കുത്തുബാണ്. കുത്തുബ് എന്ന് പറയുന്നതാകുന്ന ആ പദത്തിന്റെ അർത്ഥം അച്ചുതണ്ട് എന്നാണ്. ഭൂമിയെ ഒരു സാങ്കല്പികമായ അച്ചുതണ്ടിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം പറയുന്നത് പോലെ ഈ അച്ചുതണ്ടായ കുത്തുബ് എന്ന് പറയുന്ന വലിയിലാണ് ബാക്കിയുള്ള 1,24,000 വരുന്ന ഔലിയാക്കൾ, എക്കാലത്തും ജീവിച്ചിരിപ്പുള്ളവർ, അവരൊക്കെ ആശ്രയിക്കുന്നത് ഈ ഒരു അൽ കുത്തുബിനെയാണ്. അക്കൂട്ടത്തിൽ അന്ന് ബഗ്ദാദിലും ബസറയിലും ഇറാഖില് പല ഭാഗങ്ങളിലായി, കൂഫയിലും മറ്റ് പല ഭാഗങ്ങളിലായി നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ കുത്തുബുകൾ ജീവിച്ച കാലഘട്ടമാണ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവരുടെ മുഴുവനും കുത്തുബായിട്ടാണെന്ന് ശേഷമുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കുത്തുബുകളുടെയും കുത്തുബായിട്ടുമാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആ മഹത്തായ സ്ഥാനം അലങ്കരിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, അവിടുത്തെ ജീവിതം ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണമില്ലാതെ എത്രയോ കാലഘട്ടങ്ങൾ പ്രയാസപ്പെട്ട് ജീവിച്ചതൊക്കെ അവിടുത്തെ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തന്നെ അവിടുത്തെ മുർഷിദ് തുല്ലാബിൽ രേഖപ്പെടുത്തിയത് കാണാം. 2 വർഷക്കാലം ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അവിടുന്ന് ഭക്ഷിച്ചത് ജനങ്ങൾ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണ്. തക്കാളിയും മറ്റുമൊക്കെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്നതിൽ നിന്ന് കയ്യിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് തോണ്ടിയിട്ടാണ് നാവുമ്മൽ വെച്ചിട്ടുള്ളത്. കാരണം കൂടുതലായി പോകുമെന്ന് മനസ്സിലാക്കി പേടിച്ചിട്ട് കയ്യിന്റെ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് മാത്രം തോണ്ടിയിട്ടാണ് അവിടുത്തെ നാക്കിൽ വെക്കാറുള്ളത്. ഇങ്ങനെ 2 വർഷം ജീവിച്ചു എന്ന് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുമ്പോൾ കഴിഞ്ഞില്ല. മഹാനവറുകള് വർഷങ്ങളോളം ഭക്ഷണമില്ലാതെ സഹാറ മരുഭൂമിയിലൂടെ 10 വർഷക്കാലം ദിക്റ് ചൊല്ലി നടന്ന അനുഭവം അവിടുത്തെ ചരിത്രങ്ങളിൽ കാണാം. ആ കൂട്ടത്തിൽ വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ടു മഹാനവറുകൾ ഒരു ചെറിയ ഭക്ഷണമെങ്കിലും കിട്ടണം എന്നുള്ള അത്യാവശ്യ ഘട്ടം വന്നപ്പോ ഒരു പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു
അവിടുന്ന് രാത്രിയിൽ തീരുമാനിക്കുന്നു, അതിരാവിലെ ഇൻഷാ അള്ളാ നമുക്ക് ഇവിടെ 3 കൂടിയ ഒരു വഴിയുണ്ട്, അവിടെ ഒന്ന് ചെന്ന് നോക്കാം. സാധാരണഗതിയിൽ അവിടെ ജനങ്ങൾ വരികയും തമ്പടിച്ചു കൂടുകയും രാത്രി വിശ്രമിക്കുകയും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും രാവിലെ എഴുന്നേറ്റ് പോകുകയും ചെയ്യുന്ന പതിവുണ്ട്. ഇന്ന് ആരെങ്കിലും അവിടെ വന്നു കാണും, അവരെ ഉപേക്ഷിച്ച അവശിഷ്ടങ്ങൾ വല്ലതും നമുക്ക് ഭക്ഷിക്കാമെന്ന് രാത്രിയിൽ തീരുമാനിക്കുകയും മഹാനവറുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നടന്ന് ചെന്നു നോക്കുമ്പോൾ 2 അന്ധന്മാർ അവിടെ വന്ന് ഇവര് ഉപേക്ഷിച്ചിട്ടതാകുന്ന ഭക്ഷണം കഴിച്ച് അവര് സന്തോഷിച്ചുകൊണ്ട് പോകുന്നതാണ് ബഹുമാനപ്പെട്ടവർക്ക് കാണാൻ കഴിഞ്ഞത്. ആ സമയത്ത് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു അവരെ ക്ഷമിക്കുകയല്ല ചെയ്തത്, മറിച്ച് മഹാനവറുകൾ ഹംദ് പറയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ നേരത്തെ എത്താഞ്ഞത് വലിയ ഭാഗ്യമായി. കാരണം ആ പാവപ്പെട്ടവർക്ക് കണ്ണുപോലും കണ്ടുകൂടാ. അങ്ങനത്തെ 2 പേർ അവര് ഈ അവശിഷ്ടങ്ങൾ കഴിച്ചു സന്തോഷത്തോടെ പോയല്ലോ. അതേ സമയത്ത് ഞാൻ നേരത്തെ എത്തിയെങ്കിൽ അവർക്ക് ആ ഭക്ഷണം കിട്ടുകയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറയാണ് ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. തിരിച്ച് പള്ളിയിലേക്ക് തന്നെ, അതേ പള്ളിയിലേക്ക് തന്നെ പോയി പിന്നെയും ഇബാദത്തിൽ മുഴുകുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാനാകുന്ന ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര ഖത്മാണ് ഓരോ ദിവസവും അവിടെ നിന്ന് ഓതി തീർക്കാറുള്ളത്. എല്ലാ ദിവസവും അവിടെ നിന്ന് നോമ്പനുഷ്ഠിക്കുകയാണ്, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയാണ്, ഏത് സമയത്തും അവിടുത്തെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുകയാണ്. ഇങ്ങനെ മഹാനാകുന്ന ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് പോകുകയും 90 കൊല്ലക്കാലം ഇവിടെ ജീവിച്ചതിൽ ഒരുപാട് സംഭവങ്ങൾ മഹാനായ ഗൗസുൽ ആദമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി തങ്ങൾ സുബ്ഹാനല്ലാഹ് ചെറുപ്രായം അവിടുത്തെ ഒരു ശൈഖ് ബഹുമാനപ്പെട്ടവരെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ശൈഖിന്റെ ഇടതുഭാഗത്ത്, ശൈഖ് മുമ്പില്, 2 പേരും ഒരു പുഴയുടെ കരക്കത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവര് ഇരുട്ട് പതിരാ സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ശൈഖ് മുരീദായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി തങ്ങളെ ഇടത്തെ കൈകൊണ്ട് പുഴയിലേക്കൊരു തട്ടങ്ങ് തട്ടി. പരീക്ഷണമാണ്. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു ആ പുഴയിലേക്ക് വീണുപോയി. മരം കോച്ചുന്ന തണുപ്പ്, പുഴയിലെ വെള്ളം ഐസ് കട്ട പോലെ തണുത്തു നിൽക്കുന്ന സമയം. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു അതിൽ ചെന്ന് വീഴുകയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പുഴയിൽ നിന്ന് കരകയറി നോക്കുമ്പോ ശൈഖ് നടന്ന് കുറെ അപ്പുറത്തെത്തിയിട്ടുണ്ട്. ശൈഖിന്റെ പിന്നാലെ ഓടിയടുത്ത് നേരത്തെ പോലെ തന്നെ ശൈഖിനോട് അനുകരിച്ചിങ്ങനെ നടക്കുമ്പോ ശൈഖ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും നീ എന്താണ് മോനെ, എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത മട്ടിൽ മഹാനവറുകൾ നടക്കുകയാണ്. പിന്നീട് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ഒരുപാട് മശായിഖന്മാരുടെ കീഴിൽ ജീവിച്ചു. ആത്മീയ ലോകത്തിന്റെ മൂർധന്യ ദിശയിലെത്തുകയും സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ഒരു വലിയ സ്ഥാനത്തെത്തിയിട്ട് ഫനാഉൽ ഫനാ എന്നൊക്കെ പറയുന്ന സ്ഥാനത്തെത്തിയിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഒരിക്കൽ ഒരു പള്ളിയുടെ അടുത്ത്, ഒരു ശ്മശാനത്തിന്റെ അടുത്ത് കൂടെ നടക്കുകയാണ്. ആ സമയത്ത് തന്റെ ഉസ്താദ്, പുഴയിലേക്ക് തട്ടിയ ഉസ്താദിനെ ഖബറിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ കാണുകയാണ്. മഹാനാകുന്ന ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദ് ഇങ്ങോട്ട് സലാം പറഞ്ഞു. എന്നിട്ട് പറയുന്നു, മോനെ നിനക്കറിയുമോ എന്നെ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ ഒരു പുഴയിലേക്ക് തട്ടിയത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ നിന്റേതാകുന്ന ശൈഖായിരുന്നില്ലേ എന്നൊക്കെ ബഹുമാനപ്പെട്ടവരോട് ഇങ്ങോട്ട് സംസാരിക്കുകയും കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നത്, മോനെ ഞാൻ അന്ന് നിന്നെ പുഴയിലേക്ക് തട്ടിയ കാരണം കൊണ്ട് എന്റെ ഈ ഇടത്തെ കഴുകിന് അള്ളാഹു സ്വാധീനം തന്നിട്ടില്ല, അള്ളാഹു എനിക്ക് സ്വാധീനം തന്നിട്ടില്ല.
ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല. ഒരു മുറബിയായ ഷെയ്ഖിന്റെ കടമയാണ് മുരീദിനെ ആത്മീയമായി സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ആവശ്യമാകുന്ന പരീക്ഷണങ്ങൾ മുഴുവനും കൊടുക്കുക എന്നുള്ളത്. ആ പരീക്ഷണമാണ് മഹാനവറുകൾ അന്ന് അവിടെ നടത്തിയിട്ടുള്ളത്. അതിന്റെ പേരിൽ മഹാനവറുകളെ അല്ലാഹു തആല ശിക്ഷിക്കുന്നു. കാര്യമെന്ത്? സാധാരണക്കാരായ മുരീദന്മാരെ തർബിയത്ത് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഈ പരീക്ഷണങ്ങളൊന്നും പിന്നീട് ഖുതുബുൽ അഖ്താബായി വരുന്ന ഈ മഹാനവറുകൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. അവരെ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു, പരീക്ഷിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ അത് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖിനിക്ക് ഇടത്തെ കയ്യിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാധീനം കൊടുത്തില്ല. ആ സ്വാധീനം ലഭിക്കാതെ മഹാനവറുകൾ ഖബറിൽ കിടക്കുമ്പോ ഒരു കാലത്ത് മുരീദായ ഷെയ്ഖ് ഖുതുബുൽ അഖ്താബ് ഖബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ആ മുരീദിനോട് മഹാനവറുകൾ സലാം പറയുകയും അവരോട് വർത്തിക്കുകയും തന്റെ പ്രയാസം ബോധ്യപ്പെടുത്തുകയും അതൊന്നും നന്നാക്കി തരാൻ പറയുകയും മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി തങ്ങൾ ഖബറിന്റെ പുറത്ത് മേലെ നിന്നിട്ട് കൈ കിടക്കുന്ന ഭാഗത്തൊന്നിങ്ങനെ അവിടത്തെ ശറഫുറ്റ കൈ കൊണ്ടൊന്നിങ്ങനെ തടകുന്നത് പോലെ കാണിച്ചപ്പോ മഹാനവറുകളുടെ ഇടത്തെ കയ്യിന് സ്വാധീനം ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് മാലയിൽ പറഞ്ഞിട്ടുള്ളത്. ഖബറാകത്തിന്ന് സലാമീനെ കേട്ടോവർ ഖബറാകത്തുള്ളവരോട് മോളിന്തോവർ ഖബറാകത്തുസ്താദെ കുറവാക്കി കണ്ടാരെ ഖബറുങ്ങൾ നിന്നത് നീക്കിച്ച് വെച്ചോവർ. ഖാദി മുഹമ്മദ് അവർകൾ ഈ 2 വരിയിലൂടെ സമർത്ഥിക്കുന്നത് ആ വിഷയമാണ്. ഇങ്ങനെ ഷെയ്ഖിന്റെ ഗുരുത്തക്കേട് മുരീദിന് സംഭവിച്ചത്, ഉസ്താദിന്റെ ഗുരുത്തക്കേട് ശിഷ്യന് സംഭവിച്ചത്, മാതാപിതാക്കളുടെ ഗുരുത്തക്കേടുകൾ മക്കൾക്ക് സംഭവിച്ചത്, ഇതൊക്കെ ഒരു പക്ഷേ ലോകത്തൊരുപാട് നമുക്ക് പറയാൻ കഴിയും. അതേ സമയത്ത് മുരീദിന്റെ ഗുരുത്തക്കേട് ഷെയ്ഖിലേക്ക് പാസ് ചെയ്തത് അത് നമുക്ക് പറയാൻ കഴിയില്ല. മഹാനായ ഗൗസുൽ ആദമിന്റെ ചരിത്രത്തിലാണ് അതൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ വലിയ പവർ ചെറുപ്പകാലമിൽ തന്നെ നമുക്കറിയാൽ. അവിടുന്ന് റമദാനിൽ മുലനെ തൊടാത്തവർ എന്ന് നമ്മളെപ്പോഴും ആ ചരിത്രം പറയുന്നവരും അത് വായിച്ചെടുക്കുന്നവരുമാണ്. റമദാനിന്റെ പകൽ സമയത്ത് കുട്ടിയാകുമ്പോ, ചെറിയ ശിശുവാകുമ്പോ, അന്നും നോമ്പായതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് ഉമ്മയുടെ മുല കുടിച്ചില്ല എന്ന് ആ ചരിത്രം നമ്മൾ കേട്ടവരാണ്. അവിടുത്തെ മൗലിദിലും മറ്റുമൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നാട്ടുകാർ റമദാൻ 1 അതോ ശഅബാൻ 30 എന്ന് പറയുന്ന ശെക്കിന്റെ യൗമിൽ, ശെക്ക് വരുന്ന ദിവസത്തിൽ അവര് ഫാത്തിമയുടെ കുട്ടി മുഹയ്യിദ്ദീൻ ഇന്ന് മുല കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് അവരുടെ സംശയം തീർക്കാറുള്ളത് എന്ന് വരെ ചരിത്രത്തിൽ കാണാം. ചെറിയ കുട്ടിയാകുന്ന കാലഘട്ടം. ഇങ്ങനെ തുടങ്ങി മഹാനവറുകൾ 3 തലമുറ മുമ്പേ അവിടെ നിന്ന് കുത്തുബായിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞ മാലയിൽ അവിടത്തെ ബൈത്തിൽ കാണാൻ കഴിയും. അനാ മിൻ ഖബിലി ഖബിലി ഖബില വുജൂദി കുന്തു ഖുതുബൻ ഫീ നുത്ഫത്തിൽ അബവാഇ. 3 തലമുറ മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂപ്പർക്ക് അറിവ് നൽകിയിട്ടുണ്ട്. മൂപ്പർ ഖുതുബാണെന്ന് അല്ലാഹു അതിനുവേണ്ടി മഹാനവറുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ സ്ഥാനം അല്ലാഹു തആല നൽകുകയും അവിടുത്തെ കറാമത്തുകൾ എത്ര നാം പറഞ്ഞാലും അതെവിടെയും എത്തുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ കീഴിലാണ് എല്ലാ ഔലിയാക്കളും ചുമല് താത്തി കൊടുത്തു, അവരുടെ പെരടി താത്തി കൊടുത്തു. ഞാൻ അവിടുത്തെ പാദം ചെരിപ്പടിക്കാരന്റെ കീഴിലാണെന്ന് സമ്മതിച്ചു കൊടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മാത്രമാണ് അതിൽ നിന്ന് മാറി നിന്നത്.
അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഒരു മുറബിയായ മറ്റൊരു ഷെയ്ഖാണ്. റസൂലുള്ളാഹി റളിയല്ലാഹു തആല അൻഹു ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ എന്ന ആശയം ബഹുമാനപ്പെട്ട ഒരു ബഗ്ദാദിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ മഹാനവറുകൾ ആത്മീയമായ കഴിവുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഔലിയാക്കളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോട് കഅബാലയത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പറയുകയും ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിം അസ്സലാം രണ്ടാളും കൂടിയിട്ട് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഓ നബിയെ തങ്ങൾ ജനങ്ങളെ മുഴുവനും ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണം, അവർക്ക് വിവരം നൽകണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ടാണെന്നും അല്ല മഖാം ഇബ്രാഹിമിന്റെ മുകളിൽ തന്നെ കയറിയിട്ടാണെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ടവർ ലോക ജനതയോട് ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളോട് ഹജ്ജിന് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം ഖിയാമത്ത് നാൾ വരെ ഉള്ള ഹജ്ജിന് ഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയും അവരൊക്കെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞിട്ട് തൽബിയത്ത് ചൊല്ലിയതായിട്ടും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ മുഴുവനും തൽബിയത്ത് കേൾക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പേരക്കുഞ്ഞായ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പ്രസംഗിക്കുകയും എന്റെ പാദം ശേഷമുള്ള മുഴുവൻ ഔലിയാവിന്റെയും തോളിലാണെന്ന് അവിടുന്ന് പറഞ്ഞപ്പോ എല്ലാവരും അത് സ്വീകരിക്കുകയും എല്ലാവരും തല കുനിച്ചു കൊടുക്കുകയും അവരൊക്കെ അവരുടെ റഖബത്തുകൾ പെരടികളൊക്കെ കുനിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ നമുക്കറിയാലോ ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി തങ്ങളടക്കം കുനിച്ച് കാണിച്ചു കൊടുത്തു. അതേ സമയത്ത് ഒരു ഷെയ്ഖ് മുറബിയായ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് മുഹയ്യിദ്ദീന്റെ കാല് വേണ്ട എന്ന് പറഞ്ഞുപോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തന്റെ സദസ്സിൽ നിന്നുകൊണ്ട് ഇത് മുഴുവനും ലൈവായി കാണുകയും മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞു, അബൂബക്കറിന് എന്റെ കാല് വേണ്ടെങ്കിൽ അവന്റെ തോളിൽ വല്ല നായയുടെയും കാല് കയറിക്കൊള്ളട്ടെ എന്ന് ബഹുമാനപ്പെട്ടവര് പറയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, വർഷങ്ങൾ കഴിഞ്ഞു. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഈ സംസാരം ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ ബഗ്ദാദിയുടെ മുരീദന്മാര് തന്നെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് നേരിട്ട് കേട്ടവരുണ്ട്. വർഷങ്ങൾ കഴിയുകയും ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന വലിയ ആത്മീയ ഗുരു ഒരു ഹൈന്ദവ സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ്. ആ കല്യാണം കഴിച്ചതിന്റെ പേരിൽ നാട്ടിൽ വലിയ ആക്ഷേപങ്ങളും എതിർപ്പുകളും വരികയും ബഹുമാനപ്പെട്ടവർ ആ ഹൈന്ദവ സ്ത്രീയുമായി നാട് വിടേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ ആ ഹൈന്ദവ സ്ത്രീയുമായി നാട്ടിൽ നിന്ന് ദൂരെ ദിക്കിലേക്ക് കാൽനടയായിക്കൊണ്ട് നടക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ഒരുപാട് ലഗേജുകൾ അതെല്ലാം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കൂട്ടത്തിൽ ആ ഹൈന്ദവ സ്ത്രീ വളർത്തുന്ന ഒരു നായക്കുഞ്ഞുണ്ട്. ആ നായക്കുട്ടിയുടെയും ചങ്ങല പിടിച്ചിട്ടാണ് പോകുന്നത്. വഴിയിൽ വെച്ചുകൊണ്ട് ആ നായക്കുട്ടി നടന്ന് അത് കുഴഞ്ഞു വീണപ്പോ ആ നായക്കുട്ടിയെ ചൂണ്ടിയിട്ട് അവിടുത്തെ ഭാര്യയായ ഹൈന്ദവ സ്ത്രീ പറയാ, ഈ നായക്കുഞ്ഞിനെ പിടിച്ചിട്ട് തോളിലിട്ടോ എന്ന് ഷെയ്ഖിനോട് പറഞ്ഞപ്പോ മഹാനാകുന്ന അബൂബക്കർ അൽ ബഗ്ദാദി അതിനെ എടുത്തിട്ട് തോളിലിടുകയാണ്. വിശാലമായ ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അങ്ങനെ ഈ രംഗം, നായക്കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇത്രയും വലിയ ഒരു ഷെയ്ഖ് നടക്കുന്ന രംഗം അവിടുത്തെ മുരീദന്മാര് തന്നെ വഴിയോരത്ത് വെച്ച് കാണുകയും അവര് പരസ്പരം ചർച്ച നടത്തുകയും ഈ വിഷയം ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുത്തക്കേടിന്റെ ഒരു ഭാഗമാണെന്ന് പറയുകയും അത് ഷെയ്ഖിനെ ബോധ്യപ്പെടുത്തി ഷെയ്ഖിനെ ഇതിൽ നിന്ന് പിന്മാറ്റണമെന്ന് അവർ തീരുമാനിച്ചു. ശേഷം
കുറഞ്ഞ ആളുകൾ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കറുൽ ബഗ്ദാദിയോട് കാര്യം ചെന്ന് പറഞ്ഞു, തിരുത്തി കൊടുത്തു. അബൂബക്കറുൽ ബഗ്ദാദി അത് തിരുത്താൻ സന്നദ്ധനാവുകയും അല്ലാഹു തആല അവർക്ക് രണ്ടാമത് പിന്നെയും ആ സ്ഥാനം തിരിച്ചു കൊടുക്കുകയും അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വന്ന് അവിടെ നിന്നിരിക്കുന്ന കസേരയുടെ താഴ്ഭാഗത്ത് വന്നിരുന്ന് അവിടത്തെ 2 ചെരുപ്പടിക്കാലും പാദവും എടുത്ത് തന്റെ തോളിലേക്ക് കയറ്റിവെച്ച് യഥാർത്ഥത്തിൽ തന്നെ അത് കയറ്റിവെച്ചുകൊണ്ട് അവിടുന്ന് ഷെയ്ഖെ എനിക്ക് പൊരുത്തപ്പെടണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ആ ചരിത്രമാണ് ഞാൻ നേരത്തെ ചൊല്ലിയ ബൈത്തിൽ വഫീ ഖിസാനത്തി അസ്റാറിൻ റവാസനദ അൻ കുല്ലി മൻ വുദിഅത് ഫീ ഉനുഖിഹി അദദ ഇല്ലാ അബാബക്കറിൻ മിൻഹും ഫതാബ ഫിദാ ഹുസ്തൽ മആലിയ ജമ്മം മുഹിയ്യദ്ദീനി. എല്ലാ ഔലിയാക്കളുടെ തോളിലും എന്റെ ചെരിപ്പടിക്കാലാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോ എല്ലാവരും അത് സമ്മതിച്ചു. അതേ സമയത്ത് കേവലം അബൂബക്കറുൽ ബഗ്ദാദി അത് സ്വീകരിച്ചില്ല. പിന്നീട് ഫതാബ ഫിദാഅൻ അദ്ദേഹം പ്രായശ്ചിത്തമായി വന്ന് തങ്ങളടുത്ത് വന്ന് തൗബ ചെയ്ത് മടങ്ങി. എന്നിട്ട് അദ്ദേഹം ഹുസ്തൽ വലിയ സ്ഥാനം കൈപ്പറ്റി എന്ന് പറയുമ്പോ തങ്ങളുടെ സ്ഥാനം എത്ര വലുതാണ്. ഹുസ്തൽ മആലിയ ജമ്മം മുഹിയ്യദ്ദീനി, എത്ര മഹോന്നമായ സ്ഥാനങ്ങളാണ് തങ്ങളെ നിങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവരോട് സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതാണ് ആ വരിയിലൂടെ നാം കേൾക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു ഖിയാമത്ത് നാൾ വരെയുള്ള ഖാദിരിയ ത്വരീഖത്തിലെ മുരീദന്മാരെ മുഴുവനും അവിടുന്ന് വലിയ പ്രോത്സാഹനം നൽകി, അവർക്കൊക്കെ വലിയ സമാധാനം നൽകിയിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. മഹാനവർകൾ തന്നെ പറഞ്ഞത് നമുക്ക് കാണാം. തൂബാ ലിമൻ റആനി ഫി ഹയാത്തി ഔ റആ മൻ റആനി ഔ റആ മൻ റആ മൻ റആനി ബഅദ വഫാത്തി. എന്നെ കണ്ടവർക്ക് വലിയ സ്ഥാനമുണ്ട്, അവർക്ക് വലിയ പവറുണ്ട്. എന്നെ കണ്ടവർ അവരെ കണ്ടവർ ഇങ്ങനെ തുടങ്ങി ഖിയാമത്ത് നാൾ വരെ എന്റെ വഫാത്തിന് ശേഷവും ആരെല്ലാം എന്റെ ത്വരീഖിൽ കടന്നു, ആരെല്ലാമാണോ ഖാദിരിയത്ത് സ്വീകരിച്ചത് അവർക്കൊക്കെ വലിയ സ്ഥാനത്തേക്ക് അവൻ എത്തിപ്പെടുമെന്നും അവരൊക്കെ എന്റെ മുരീദന്മാരാണെന്നും എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ എന്ന് പറഞ്ഞിട്ട് അവ മുരീദന്മാർ ഒരെണ്ണം പോലും നരകത്തിൽ കടക്കുകയില്ല എന്ന് വരെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഈ സമയത്ത് അവിടുത്തെ ചരിത്രം കൂടുതൽ ഞാൻ നീട്ടിപ്പറയുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് ചരിത്ര താളുകൾ അറിയുന്നവരാണ്. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുരീദി തമസ്സക് ബി വകുൻ ബി അവാസിഖാ വഉഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദേ, നീ എന്നെ മുറുകെ പിടിച്ചോ, പരമാവധി എന്റെ ത്വരീഖ് നീ മുറുകെ പിടിച്ച് നീ അമൽ ചെയ്ത് മുന്നോട്ട് ഗമിക്കുക. എന്നാൽ നിന്നെ ദുന്യാവിലും നാളെ ആഖിറത്തിലും ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ മഹാനവറുകളുടെ യഥാർത്ഥ മുരീദാകാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുകയാണ് വേണ്ടത്. പരമാവധി എല്ലാ അർത്ഥത്തിലും എല്ലാ നിലക്കും സനദും സിൽസിലയുമൊക്കെയുള്ള ഒരു ശേഖനെ, ഒരു ഉസ്താദിനെ കണ്ട് നാം അവരിൽ നിന്നൊരു ഖാദിരിയത്ത് വാങ്ങി ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ യഥാർത്ഥ മുരീദുമാരിൽ, നരകമോചിതരായ മുരീദന്മാരിൽ പെടാൻ വേണ്ടി വളരെ അദബോടെ ബഹുമാനത്തോടെ അത് അമൽ ചെയ്ത് നാം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു ഈ പറഞ്ഞത് മുഴുവനും നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കും അവിടത്തെ ആ ദായിറത്തിൽ പെടാൻ നമുക്ക് കഴിയും. അവിടത്തേതാകുന്ന മുരീദായി മാറാൻ നമുക്ക് കഴിയും. അതിന് നാം ഒക്കെയും ശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് എന്റെ സ്വന്തം ശരീരത്തോട് പിന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ യഥാർത്ഥ മുരീദന്മാരിൽ, യഥാർത്ഥ ഖാദിരിയാക്കളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്നാം ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നടക്കുന്ന മൗലിദുകളിലും റാത്തിബുകളിലും അതുപോലെ മഹാനവറുകൾക്ക് വേണ്ടി നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഫാത്തിഹയും യാസീനും ഖത്മുകളും ഒക്കെ ഓതി
അവിടത്തോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ച് വലിയ സ്ഥാനവും ഒക്കെ കൈപ്പറ്റാൻ നമ്മളും ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അള്ളാഹു അവിടത്തെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് സാധുക്കളാകുന്ന നമ്മുടെ ഖൽബ് അള്ളാഹു സ്ഫുടം ചെയ്ത് യഥാർത്ഥ ഖാദിരിയാക്കളിൽ നമ്മയും ഉൾക്കൊള്ളിച്ച് ബഹുമാനപ്പെട്ടവർ നരകമോചിതരാണെന്ന് പറഞ്ഞ മുരീദുമാരിൽ അള്ളാഹു നമ്മയും അംഗീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു.